എല്ലാവർക്കും നമസ്കാരം. ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ജോയ്സ്. മൂന്നാമത്തെ തരത്തിലുള്ള കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനാണ് മെന്റൽ ഫിൽട്ടർ എന്ന് പറയുന്നത്. അതായത് മലയാളത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കാം, മാനസികപരമായിട്ടുള്ള ഒരു അരിപ്പ. അരിപ്പ് വെച്ചിട്ടാണ്, ഈ അരിപ്പിലൂടെയാണ് നമ്മളുടെ ചിന്തകളെയോ അല്ലെങ്കിൽ ചിന്തകൾ ഉണ്ടായി വരുന്ന രീതിയിൽ നമ്മൾ അതിനെ തിരിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. സോ ഇത് മാനസികപരമായിട്ടുള്ള ഒരു അരിപ്പ. ഇത്തരത്തിലുള്ള ഈ ചിന്താവൈരുദ്ധ്യം എന്താണ്? ഇതിനെ നമ്മൾ മറ്റൊരു രീതിയിലും പറയുന്നതാണ് സെലക്റ്റീവ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ തരത്തിലുള്ള ഈ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ, ഈ ചിന്താ വൈരുദ്ധ്യം നമുക്ക് ആവശ്യമില്ലാത്ത രീതിയിലുള്ള വളരെയധികം സഫറിങ്ങും വളരെ ദേഷ്യവും ഉണ്ടാവാനായിട്ട് വളരെ കാരണമായിട്ടുള്ള ഒരു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനാണ്. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഡിപ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്, അതായത് ആ കുട്ടിയുടെ ജീവിതത്തിൽ ഡിപ്രസീവ് എപ്പിസോഡാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ കുട്ടിയുടെ കൂട്ടുകാരിക്ക് ഒരു വളരെ ബുള്ളിങ്, വളരെ കളിയാക്കുന്ന, വളരെ ഒറ്റപ്പെടുത്തുന്ന ബുള്ളി തരത്തിലുള്ള ഒരു ബിഹേവിയർ അനുഭവിക്കേണ്ടി വരികയാണ്. ഇത് കണ്ടു നിൽക്കുന്ന ഡിപ്രസീവ് ആയിട്ടുള്ള കുട്ടി അവിടെ ആശ്ചര്യപ്പെട്ട് അല്ലെങ്കിൽ സ്വയം വിചിന്തനം ചെയ്യുന്ന രീതിയാണ്, അല്ലെങ്കിൽ അവിടെ പറയുന്ന രീതിയാണ്, എന്ത് ദയനീയമായിട്ടുള്ള ലോകമാണിത്, ഒരു തരി പോലും സെൻസിറ്റിവിറ്റി ഇല്ലാത്ത രോഗം. ഇവിടെ മനുഷ്യനെ ആവശ്യമില്ലാത്ത രീതിയിൽ വേദനിപ്പിക്കുകയാണ്. മനുഷ്യനെ ഇത്രത്തോളം വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്വഭാവമായി മാറിയിരിക്കുന്ന മനുഷ്യരോടൊക്കെ ഹൗ ഇൻസെൻസിറ്റീവ് ദ വേൾഡ് ഈസ്. ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതിയാണ് ആ ഡിപ്രസീവ് ആയിട്ടുള്ള ആ കുട്ടിക്ക് മനസ്സിലുണ്ടാകുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഇത്തരത്തിലുള്ള ഡിപ്രസീവ് ആയിട്ട് അനുഭവിക്കുന്ന കുട്ടിക്ക് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഒരു പ്രാവശ്യം പോലും ഇത്തരത്തിലുള്ള ബുള്ളി എക്സ്പീരിയൻസ് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ മറ്റുള്ളവർക്ക് വന്നിട്ടുണ്ടായിരിക്കും, പക്ഷേ ഈ കുട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. എന്നിട്ടും ഡിപ്രസീവ് ആയിട്ടുള്ള കണ്ടീഷൻ ഉള്ളത് കൊണ്ട് ആ സാഹചര്യത്തെ കുട്ടി വിലയിരുത്തുന്നത് ഒരു മെന്റൽ ഫിൽട്ടർ വെച്ചിട്ടാണ്. ഒരു പ്രത്യേക തരം വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള തരത്തിലുള്ള മാനസിക അരിപ്പയിലൂടെയാണ് അതിന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. തൽഫലമായിട്ട് ആ കുട്ടി കൂടുതൽ ഡിപ്രസ്ഡ് ആയി പോകും. ആ കുട്ടിയുടെ ചുറ്റുപാടുമുള്ളവരും ഇത്തരത്തിലുള്ള ഒരു ഡയലോഗുകൾ കാരണം ഡിപ്രസ്ഡ് ആയിട്ട് പോകാനാണ് സാധ്യത. ഇതിന് കാരണഹേതുവായി മാറുന്നത് ഇവിടുത്തെ ആ കുട്ടിയുടെ മനസ്സിൽ വർക്ക് ചെയ്യുന്ന ആ ചിന്താ വൈരുദ്ധ്യമായിട്ടുള്ള മെന്റൽ ഫിൽട്ടർ ആണ്. ഇതിന് മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുട്ടി എക്സാം എഴുതിയിരിക്കുക, നല്ലതായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ കുട്ടിക്ക് ആ 100 ക്വസ്റ്റ്യൻസിൽ ചില കാരണങ്ങൾ കൊണ്ട് 10 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനുശേഷം കുട്ടി വളരെയധികം ഡിസപ്പോയിന്റ് ആയിപ്പോയി. കുട്ടി ചിന്തിക്കുകയാണ്, ഞാൻ 10 ക്വസ്റ്റ്യൻസ് വിട്ടുപോയി, ഞാൻ ഈ എക്സാമിൽ തോറ്റുപോകും, മാർക്ക് വളരെയധികം കുറഞ്ഞു പോകും, ഞാൻ വളരെ അവഹേളിതയായി പോകും എന്നൊക്കെ ചിന്തിച്ച് വളരെയധികം വിഷമിക്കുന്ന ഒരവസ്ഥ. അതിനുശേഷം കുറച്ച് ദിവസത്തിന് ശേഷം റിസൾട്ട് വന്നപ്പോൾ കുട്ടിക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് 88 മാർക്കാണ്. അതെ, 88 മാർക്ക്. ആ ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ മാർക്കായിരുന്നു അത്. നിങ്ങളൊന്ന് ആലോചിച്ച്, ആ എക്സാമിന് ശേഷം 10 ക്വസ്റ്റ്യൻസ് വിട്ടതിന് ശേഷം ആ കുട്ടി എത്രത്തോളം വേദന അനുഭവിച്ച് വളരെയധികം ഡിപ്രസ്ഡ് ആയി ഇരിക്കുകയായിരുന്നു. പക്ഷെ റിസൾട്ട് വന്നതിന് ശേഷം മനസ്സിലാക്കാൻ സാധിച്ചു, ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിരിക്കുന്നത് ഈ കുട്ടിക്കാണ്. സോ ഇത്തരത്തിലുള്ള മെന്റൽ ഫിൽട്ടർ എങ്ങനെയാണ് ഒരാളെ ഡിപ്രസ്ഡ് ആക്കി മാറ്റുന്നതെന്ന് നിങ്ങൾ കണ്ടു.